അങ്ങനെ ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെയും ഡോക്ടർ ഡൂമിൻ്റെ അടുത്തേക്ക് റെഡ് സ്കളിൻ്റെ ടീമിലെ അംഗവും സൂപ്പർ വില്ലനുമായ ഡ്രാക്കുള വന്നിട്ട് ഡോക്ടർ ഡൂമിനെ അടിച്ച് തെറിപ്പിക്കുകയാണ് ഇപ്പോൾ. എന്നിട്ട് ക്യാപ്റ്റൻ അമേരിക്കയെ കൊന്ന് ക്യാപ്റ്റൻ്റെ രക്തം കുടിക്കുവാനായി ദാഹിച്ച് ക്യാപ്റ്റനോട് ഫൈറ്റ് ചെയ്യുകയാണ് ഡ്രാക്കുള. ആ ഫൈറ്റിൻ്റെ ഒടുവിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ കഴുത്തിൽ ഒരു കടി കടിച്ച് രക്തം വലിച്ചു കുടിക്കുവാനുള്ള ഒരു ചാൻസ് ഡ്രാക്കുളയ്ക്ക് കിട്ടിയെങ്കിലും പെട്ടെന്ന് വീണ് കിടക്കുന്ന ഡോക്ടർ ഡൂം എഴഞ്ഞു വന്ന് തൻ്റെ ഒരു കൈ ഡ്രാക്കുളയുടെ കാലിൽ പിടിച്ച് ഷോക്ക് അടിപ്പിച്ച് ഡ്രാക്കുളയെ അവിടെ നിന്ന് ഓടിപ്പിക്കുകയാണ്. അങ്ങനെ ഡ്രാക്കുളയുടെ കയ്യിൽ നിന്നും ക്യാപ്റ്റൻ അമേരിക്കയെ നമ്മുടെ ഡോക്ടർ ഡൂം രക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തൻ്റെ ശത്രുവായ ഡോക്ടർ ഡൂം തൻ്റെ ജീവൻ രക്ഷിച്ചത് കണ്ട് ഡൂമിനോട് സ്നേഹവും ഇഷ്ടവും ദയയും തോന്നി നന്ദി പറയുവാനായി ഡോക്ടർ ഡൂമിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന ക്യാപ്റ്റൻ അമേരിക്കയോട്, എനിക്ക് വയ്യാത്തത് കൊണ്ട് എന്നെ കുറച്ചു നേരം താങ്ങിപ്പിടിച്ച് നടത്തുവാൻ എനിക്ക് ഒരാളുടെ ആവശ്യമുണ്ടെന്നും അതുകൊണ്ടാണ് നിന്നെ ഞാൻ രക്ഷിച്ചതെന്നും അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് ക്യാപ്റ്റൻ അമേരിക്കയോട് ഡോക്ടർ ഡൂം പറഞ്ഞതും അപ്പോൾ തന്നെ കുറച്ചു നേരം മുമ്പ് ഡോക്ടർ ഡൂമിനോട് തോന്നിയ ഇഷ്ടവും നന്ദിയുമെല്ലാം അവിടെ വെച്ച് ക്യാപ്റ്റൻ അമേരിക്ക കളയുകയാണ്. എന്നാലും തൻ്റെ ജീവൻ രക്ഷിച്ച ഡോക്ടർ ഡൂമിനെ ക്യാപ്റ്റൻ കൈവിടാതെ താങ്ങി പിടിക്കുകയാണ് ഇപ്പോഴും.